ചരിത്ര നഗരത്തിന്റെ സർവോന്മുഖ വികസനമാണ് ലക്ഷ്യമെന്നും ഇക്കാര്യം നിറവേറ്റാൻ മാധ്യമപ്രവർത്തകരുടെ സക്രിയമായ ഇടപെടലും നിർദ്ദേശവും ഉണ്ടാവണമെന്നും നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനത്തിന് സ്ഥലമില്ലാത്ത ദാരിദ്ര്യമാണ് തലശ്ശേരിയുടെ പ്രധാന വെല്ലുവിളി. ലഭ്യമായ സ്ഥല സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മാത്രമേ പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ തലശ്ശേരിയുടെ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന തലശ്ശേരിയുടെ വികസനം, നമ്മുടെ തലശ്ശേരി പട്ടണത്തിലുള്ള ഒരു ദാരിദ്ര്യം, തലശ്ശേരിയുടെ പട്ടണത്തിനകത്ത് ഭൂമിയുടെ അളവ് കുറവാണ്. തലശ്ശേരിയുടെ നഗരസഭ എന്ന് പറയുന്നത് റെയിലിനിപ്പുറമാണ്, മറ്റു പതി കടലാണ്. അപ്പോൾ തലശ്ശേരി പട്ടണം ഇതുവരെ ഉണ്ടായിരുന്നത് വളരെ ചെറിയ ഭൂമി പ്രദേശത്താണ്. അതിൻ്റെ ഒരു മാറ്റം നിലക്കാണ് ഈ കണ്ടിക്കൽ ഭാഗം എന്ന പ്രദേശത്ത് ഇപ്പോൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാറാൻ സാധ്യത കൊളശ്ശേരി ഭാഗത്താണ്. ഈ നേരത്തെ മോദൻ പറഞ്ഞ കുയ്യാലി പാലവും കുയ്യാലി ഗേറ്റും അതിനനുവദിക്കുന്നുണ്ട്. അതിനാണ് ഒരു പുതിയ പാലം നിർദ്ദേശം ഉണ്ടായത്. ആ പാലം ചാത്തമുക്ക് SS റോഡ് പാലമാണ് എൻ്റെ പേരിപ്പോൾ. ആ പാലം നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ വേഗത കൂട്ടും. കാരണം തലശ്ശേരിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ ഭൂമിയുടെ കണ്ടെത്തലിന് വേണ്ടി ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം കൊളശ്ശേരി ഭാഗത്താണ്. കൂട്ടിച്ചേർത്ത മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും പങ്കുവഹിച്ചത് കൊളശ്ശേരി ഭാഗമുണ്ട്. മോദൻ പറഞ്ഞ ആദ്യ കാര്യം ഞാനിവിടെ പറയുകയാണ്. അതാണ് ഒരു കാഴ്ചപ്പാടുള്ള കാര്യം. കണ്ടിക്കലിൽ പൂർത്തിയായി വരുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ശേഷിക്കുന്ന പ്രവർത്തികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഗവൺമെന്റ് ജനറൽ ആശുപത്രിയും കണ്ടിക്കലിലേക്ക് മാറ്റും. ഇത് സാധ്യമായാൽ ഇപ്പോൾ ആശുപത്രിയിലുള്ള സ്ഥലത്ത് പാർക്കും വെൽനസ് സെന്ററും ഉൾപ്പെടെ സജ്ജീകരിച്ച് പൊതുവിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ വേഗത കൂടുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കും. അത് ഉദ്ഘാടനം എത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ചില യൂണിറ്റുകൾ അങ്ങോട്ട് മാറ്റേണ്ടത്. തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി ഇനി ഒരു തരത്തിലും അത് പുതുക്കിപ്പണിയാനോ റിപ്പയർ ചെയ്യാനോ പറ്റാൻ സാധിക്കാത്ത നിയമ തടസ്സമുണ്ട്. ആ നിയമ തടസ്സമുള്ളത് കൊണ്ട് തന്നെ തലശ്ശേരിക്ക് അത്യാവശ്യമായ താലൂക്ക് ആശുപത്രിയുടെ ആ യൂണിറ്റ് അങ്ങോട്ട് മാറ്റണം. ആ കാര്യം ഒന്ന് പെട്ടതോടെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ വളരെ വേഗത കൂട്ടും. എന്നതുപോലെ തന്നെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി പെരിങ്കുളത്ത് കുട്ടി കണ്ടി ചിലക്കര ഞാൻ പ്രതിദാനം ചെയ്ത ചില്ലക്കര വാർഡാണ് ഇതെല്ലാം. അതുകൊണ്ട് രണ്ട് കാര്യം താല്പര്യമുണ്ട്. വാർഡിന്റെ വികസനവും കൂടി കണ്ടുകൊണ്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഏതായാലും ആശുപത്രി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതിനനുബന്ധമായ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടിക്കലുണ്ടാവും. വളരെ മുമ്പ് 25 കൊല്ലം മുമ്പുള്ള വിഭാവനമാണ് കണ്ടിക്കൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള നമ്മുടെ അഭ്യർത്ഥന നടത്തും. ഒരു മിനി പട്ടണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തെരുവുനായ ശല്യവും നഗര റോഡുകളിൽ അലയുന്ന കന്നുകാലി ശല്യവും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. നഗര റോഡുകൾക്കുള്ള പേരുകൾ ബോർഡുകളിൽ പ്രദർശിപ്പിച്ച് തുടക്കത്തിൽ കമാനങ്ങൾ സ്ഥാപിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെയും ചടങ്ങിൽ സംബന്ധിച്ച അതിഥികളുടെയും ചോദ്യങ്ങൾക്ക് ചെയർമാൻ മറുപടി നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. പി ദിനേശൻ, പി മോഹനൻ, വി മുകുന്ദൻ, എൻ സിറാജുദ്ദീൻ, പാലയാട് രവി തുടങ്ങിയവരും സംസാരിച്ചു. ഫോറി ടൈംസ് ന്യൂസ്, തലശ്ശേരി. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.